ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. നോ കോൺടാക്ട് സിറ്റുവേഷൻ, ഓൾറെഡി നിങ്ങൾ ബ്രേക്കപ്പായി ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാതെ പരസ്പരം ധാരണയിലെത്തിയ വ്യക്തികൾക്കുള്ള റീഡിംഗ് അല്ല. നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിയുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി നോക്കുക, അതിനുശേഷം മാത്രം റീഡിംഗ് കണ്ടിന്യൂ ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കാം. റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഈ റീഡിങ്ങിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് നോക്കാം. 10 of Cups, the Chariot, 10 of Wands, the Star, the Emperor, 2 of Pentacles, 3 of Pentacles. ഇത്രയുമാണ് നമുക്കിവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണായിട്ടുള്ളൊരു ലൈഫ്, അതൊരു നിങ്ങൾ ഓൾറെഡി ആ ഒരു പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെ അതെനിക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണായിട്ടുള്ളൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിന് 100% ഒരു സാധ്യതയുണ്ട് എന്നുള്ള പോലെ തന്നെയാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ മൈൻഡിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ എന്താ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്കതൊരു ഡ്രീം പോലെയാണ്. അത് ഓൾറെഡി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുന്ന നമ്മൾ മനസ്സിൽ അത്രയും ഉറപ്പോടുകൂടി ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഇമോഷണൽ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷണൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, കറൻറ്റ് എനർജി എന്ന് പറയുന്നത്, ആ പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയോ കാര്യത്തിൽ മേ ബി അവർക്ക് ജോബ് ഫോക്കസ്ഡ് ആയിരിക്കാം. അവർ പല കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഫോക്കസ്, അവരുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായിട്ട് ആ വ്യക്തി വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ആ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ആ ചിന്തകളിലേക്ക് പോകാതിരിക്കാനായിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ചിന്തകൾ മൈൻഡിലേക്ക് വരവ് കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ആ പേഴ്സൺ നോക്കുന്നത്. അവരവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റോ അവരുടെ ഗോൾസിന് പിന്നാലെയുള്ള ഒരു യാത്രയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഓർമ്മകൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകാം, അതുകൊണ്ട് തന്നെ അവർ ബാക്കി കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് കാര്യങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സൺ ഒരു കറൻറ്റ് സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ ആ വ്യക്തി പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻ, ആ കഴിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ഇപ്പോഴും നിങ്ങൾ വിടാൻ തയ്യാറല്ല. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക, റിലീസ് ചെയ്യാതെ. നിങ്ങൾക്ക് ആ ഒരു എന്തുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുന്നതാണ്. ബുദ്ധിമുട്ടുകളുണ്ടാകാം, നിങ്ങൾക്കത് ആ ഒരു പേഴ്സണായിട്ടുള്ള മൊമെൻറ്റ്സ്, മെമ്മറീസ് എല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ. പക്ഷേ അത് ഹോൾഡ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആ പേഴ്സണായിട്ടുള്ള സ്റ്റിൽ യു ആർ ഫീലിംഗ് അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ലൈഫിലേക്ക്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക്, എൻ്റെ നോർമലായിട്ടുള്ള ലൈഫിലേക്ക് പോലും മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ കണക്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർമിക് ഇതിലുണ്ടോയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്. അവിടെ ഒരു ഹോപ്പിൻ്റെ കാർഡാണ് കാണുന്നത്, ദ സ്റ്റാർ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഒരു കാർമിക് റിലേഷൻസ്, അല്ലെങ്കിൽ ഒരു കാർമിക് ഹീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. മേ ബി പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. കാർമിക് റിലേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വന്നൊരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാർമിക് റിലേഷന് ഒരു എൻഡ്, ഏകദേശം നിങ്ങൾക്ക് ഒരു കാർമിക്കിലായിട്ടുള്ള എന്തെങ്കിലും ഡ്രോബാക്സോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിംഗ് ആവശ്യമുള്ള ഒരു സമയമാണിത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കാർമിക് കണക്ഷൻ ഉണ്ട് എന്നാണ്, ഒരു സോൾമേറ്റ് കണക്ഷൻ, കാർമിക് കണക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കഴിഞ്ഞൊരു പാസ്റ്റിൽ എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിന് എന്തെങ്കിലും ക്ലോഷർ അല്ലെങ്കിൽ റീയൂണിയൻ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എംപറർ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്.
മേ ബി നിങ്ങളുടെ ആ ഒരു റീയൂണിയനുള്ള സാധ്യതയുണ്ട് ഇവിടെ. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സ്ലോ ആയിരിക്കും, കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കണം നിങ്ങളുടെ ഈ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു 10 ഓഫ് വൺസ് പറഞ്ഞ പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ബർഡൻ നിങ്ങളിപ്പോഴും ക്യാരി ഓൺ ചെയ്യുന്നു. ആ ഒരു ബാഗേജ് ഇപ്പോഴും നിങ്ങളുടെ കൂടെ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒന്നില്ലെങ്കിൽ അത് റിലീസ് ചെയ്തുകൊണ്ട് മൂവ് ഓൺ ചെയ്തൊരു ക്ലോഷർ ആഗ്രഹിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് വെയിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാര്യങ്ങളിലേക്കെല്ലാം ഫോക്കസ് കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തും ഒരുപാട് ആലോചിച്ചിരിക്കാതെ ബാക്കി കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ലെറ്റ് ഇറ്റ് ഗോ, അത് വരുന്ന പോലെ വരട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളെ വിടാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ജഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കുറിച്ചുള്ള തോട്ട്സാണ്. അപ്പോൾ ഈ ജഗ്ലിങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ടിൽ ഒരിക്കലും റെൻറ്റ് ഫ്രീ ആയിട്ട് ഒരു പേഴ്സണെ ഇരുത്താതിരിക്കുക. അതായത് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ റെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളത് വാടക കൊടുക്കാതെ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങൾ ക്യാരി ഓൺ ചെയ്യാണ് നിങ്ങളുടെ മനസ്സിൽ. അത് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്കൊരു റിലീവിങ് എനർജി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് ഈസ് ഗോയിങ് ടു ബി വെരി ബ്യൂട്ടിഫുൾ എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കൊളാബറേഷൻസ്, നിങ്ങളുടെ കുറച്ചും കൂടി എനർജി ഹൈ ലെവലിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ന്യൂ പേഴ്സൺസ്, ന്യൂ ബിഗിനിങ്സ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കുന്ന ഒരു ടൈം കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരുപാട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. യൂണിവേഴ്സിന് എന്താണോ നിയമം, നമ്മുടെ ആ ഒരു കാൽമിക് ബന്ധത്തിൽ എന്താണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കാം, റിയൂണിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈമുണ്ട്. കാരണം പ്രോസസ്സ് വിൽ ബി വെരി സ്ലോ. അത് റിജിഡ് ആയിരിക്കും. അതൊരു ഫോർമൽ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത് തിരിച്ചു വരുമ്പോൾ. അത് നിങ്ങളുടെ കയ്യിലാണ് ടോട്ടലി ഡിപ്പെൻഡ്. നിങ്ങൾക്ക് ക്ലോഷറിലേക്ക് പോകണോ അതോ റിയൂണിയൻ എന്ന രീതിയിലേക്ക് പോകണോ? കാരണം നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ദേ ആർ ലുക്കിംഗ് ഇൻ ടു സം അതർ മാറ്റേഴ്സ്, ദേ ആർ ഫോക്കസിങ് ഇൻ സം അതർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട്, ബിക്കോസ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈമിൽ കരഞ്ഞും നമ്മുടെ ദുഃഖിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഈ നിമിഷങ്ങൾ, ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ലോസ് ചെയ്യാതിരിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ എന്തുകൊണ്ടാണ് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്തത്, അതുപോലെ തന്നെ എന്തായിരിക്കും അവരുടെ ഒരു നെക്സ്റ്റ് ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ റെസനേറ്റ് ആയ വ്യക്തികൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഇത് റിലേഷൻഷിപ്പ് അവസാനിച്ച വ്യക്തികൾക്കുള്ളതല്ല, മ്യൂച്വലായിട്ട് രണ്ടുപേരും പറഞ്ഞ് അവസാനിപ്പിച്ച വ്യക്തികൾക്കുള്ളതല്ല. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബട്ട് സ്റ്റിൽ യു ആർ അണേബിൾ ടു മൂവ് ഓൺ എന്നുള്ള വ്യക്തികൾക്ക് മാത്രമുള്ളതാണ്. കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഡൗട്ട്സ്, അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.